എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? വേറെ ഒന്നല്ല, ഒരു മോട്ടിവേഷൻ പോലെയൊന്നല്ല. ജീവിതത്തിൽ നമ്മൾ എന്ത് നേടിയെടുക്കണം എല്ലാവരും പറയുന്ന പോലെ ഒരു കാര്യമുണ്ട് എന്നതിൽ നമ്മൾ കഷ്ടപ്പെടണം എന്നുള്ളത്. ഇനി അങ്ങോട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ട ദിവസങ്ങളാണ്. ഇപ്പോൾ നമുക്ക് കറൻ്റ് അക്കാദമി ഏജൻസി നിലവിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, HR കോഴ്സും പിന്നെ ഇങ്ങനെ പല കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സ്റ്റുഡൻസ് ആവണമല്ലേ? സ്റ്റുഡൻസ് ആവുന്നതിന് ബുദ്ധിമുട്ട്, നമുക്ക് ആഡും കാര്യങ്ങൾ റൺ ചെയ്തല്ലേ നമുക്ക് സ്റ്റുഡൻസ് ആകുന്നുണ്ട്, എല്ലാം അതങ്ങനെ തന്നെ പോകും. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ബ്രാൻഡ്, നമ്മുടെ ഒരു അക്കാദമി, സ്കിൽഫ്ലൈ എന്ന് പറയുന്ന അക്കാദമി നെക്സ്റ്റ് ലെവലിൽ എത്തിക്കണം. ഈ നെക്സ്റ്റ് ലെവലിൽ എത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബ്രാൻഡ് മറ്റുള്ളവർ കൂടുതൽ വിസിബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചിലപ്പം പല കോളേജിൽ പോയി സെഷൻ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇന്ന് ഞാൻ ഇറങ്ങുന്നത് പറഞ്ഞാൽ ഇന്ന് ഇതേമാതിരി കുറച്ച് കോളേജുകൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് അടുത്തുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നമ്മുടെ ഒരു കോഴ്സും കാര്യവും നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് പോലെ ആ ഒരു കോളേജിൽ സെറ്റ് ചെയ്യുക. കുട്ടികൾക്ക് എന്ത് ചെയ്യുക, അത് ക്ലാസ് സെറ്റ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ ഇപ്പോൾ അത് ഇറങ്ങിയിട്ടുണ്ട്, ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് ഒക്കെ സെറ്റാണ്. അപ്പോൾ ഇനി അങ്ങനെ പോകാൻ നിൽക്കണം. അപ്പോൾ ഓരോ കോളേജ് ജസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്താ ഇതാണ് നമ്മുടെ കോളേജ്. ഇന്നത്തെ നമ്മൾ മീറ്റിംഗ് എടുക്കാൻ പോകുന്ന കോളേജ് ഇതാണ് കേട്ടോ. അല്ല, മീറ്റിംഗ് സെഷൻ അറേഞ്ച് ചെയ്യാൻ പോകുന്ന അത്യാവശ്യം വലിയൊരു കോളേജാണ്. ഇവിടെ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണ്, ഇവിടെ ഓൾറെഡി നമ്മളെ ബാച്ചിൽ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ഓൾറെഡി ഇവിടെ പഠിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. ഓക്കെ, നല്ല കിടിലം കോളേജിലെ എന്തൊരു ഭംഗിയില്ലേ കോളേജ് കാണാൻ. ഇവിടെയാണ് നമ്മുടെ അടുത്ത ബാച്ചിലേക്കുള്ള സ്റ്റുഡൻസ് പഠിക്കാൻ വേണ്ടി റെഡിയായി, നമ്മുടെ അടുത്ത ബാച്ചിലേക്കുള്ള സ്റ്റുഡൻസ് ഇവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർ ഡിസ്റ്റൻസ് ഡിഗ്രി ഈവനിങ് കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാനുള്ള ആഗ്രഹം. ഇത് ഫുട്ബോൾ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ, നൈസ്, കൊള്ളാം. ആ കോളേജ് കഴിഞ്ഞിട്ടോ, ആ കോളേജ് അത്യാവശ്യം കിടിലം കോളേജ്. എന്താ പറയുക, ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ ഒരു 1000സോളം കുട്ടികളുണ്ടെന്ന് അവിടുത്തെ സാറ് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത ഒരു കോളേജിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടത്തോടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക അത്യാവശ്യം കോളേജുകൾ നമ്മൾ വിസിറ്റ് ചെയ്തു, അടിപൊളിയായിട്ട് വിസിറ്റ് ചെയ്തു. നല്ല അടിപൊളി എല്ലാവരും നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇതാണിപ്പോൾ നമ്മൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്തോ, ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രൂപ്പ് ഓഫ് കോളേജ് എന്നൊരു അത്യാവശ്യം വലിയ കോളേജാണ്. അപ്പോൾ അത്യാവശ്യം ഒരുപാട് കോളേജുകളിൽ കയറി, ഒരു 4-5 കോളേജുകളിൽ കയറി. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടോ ഈ ഒരു തുടക്കം. കാരണം ഇത് എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെ പറയേണ്ടത് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇറങ്ങുന്നത് തന്നെ. ഈ ഒരു ഫീൽഡ് ബിസിനസ് ഫീൽഡാണ്, നമുക്ക് കഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെ ഇറങ്ങണം എന്ന് പറയുമല്ലോ. അപ്പോൾ അതങ്ങനെ ഇറങ്ങി കാര്യങ്ങളൊക്കെ മനസ്സിലായി, എങ്ങനെ ഒരാൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ പറയണം, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞ്. അപ്പോൾ ഇപ്പോൾ കുറേ സ്ഥലത്ത് എക്സാമും കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വെബിനാർ കാര്യങ്ങൾ സെഷൻ എടുത്തു കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെഷൻ എടുത്തു കൊടുക്കണമെങ്കിലും കുറച്ച് സ്കൂളുകളിലൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സാം നടക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു മാസം എനിക്കൊന്ന് കുറച്ച് ടൈറ്റാണ്. ഞാൻ പല ആൾക്കാരോട് ചോദിച്ചപ്പോൾ, എന്നാലും ഓരോരുത്തരും നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഞാൻ അവരുമായിട്ട് ഇനി എന്ത് ചെയ്യും, കണക്ട് ചെയ്യും, സംസാരിക്കും. എന്നിട്ടൊരു ദിവസം ഫിക്സ് ചെയ്തിട്ട് ആ ഒരു ദിവസം സെഷൻ എടുത്തു കൊടുക്കാൻ വേണ്ടി പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും എന്തിനും നമ്മൾ കഷ്ടപ്പെടുക തന്നെ വേണം. കഷ്ടപ്പെടണമെങ്കിൽ ഇങ്ങനെ ഇറങ്ങി തന്നെ വേണം. അല്ലാതെ നമ്മൾ നാളെ തുടങ്ങാമെന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിളല്ല. നമ്മുടെ പ്ലാനിങ് അത് എത്രത്തോളം മാറ്റി വെക്കുന്നു, പെട്ടെന്ന് ഇറങ്ങാൻ നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രോ ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ പോകാം. ഇത് ഞാൻ എൻ്റെ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് അപ്പോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ശരി.